അക്ഷരമുറ്റത്തേക്ക് സ്വാഗതം. കേരള പാഠാവലി യൂണിറ്റ് 4 അധ്യായം 2 ആലപ്പുഴ വെള്ളം. ഈ അധ്യായത്തിൽ അനിത തമ്പിയുടെ ആലപ്പുഴ വെള്ളം എന്ന കവിതയാണ് നമ്മൾ പഠിക്കുന്നത്. കവിതയുടെ വിശകലനവും പാഠഭാഗ പ്രവർത്തനങ്ങളുടെ ഉത്തര മാതൃകകളുമാണ് ഈ വീഡിയോയുടെ ഉള്ളടക്കം. വീഡിയോ മുഴുവനായി കാണാനും ഉത്തര മാതൃകകൾ എഴുതിയെടുത്ത് കൃത്യമായി പഠിക്കാനും ശ്രദ്ധിക്കുക. നമുക്ക് അധ്യായത്തിലേക്ക് കടക്കാം. അതിനു മുൻപ് ഈ കവിത കൊണ്ട് കവയത്രി എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നൊന്ന് പറയാം. നമ്മൾ കഴിഞ്ഞ അധ്യായത്തിൽ പല പല എഴുത്തുകാർ അവരുടെ ദേശങ്ങളെക്കുറിച്ചുള്ള ഓർമ്മകൾ നോവലുകളായും ലേഖനമായും മറ്റും ആവിഷ്കരിക്കാൻ ശ്രമിച്ചതിനെ കണ്ടു. അതുപോലെ ഈ കവിതയിൽ അനിത തമ്പി തന്റെ ജന്മദേശത്തെക്കുറിച്ചുള്ള ചില ഓർമ്മകളും ആശയക്കുഴപ്പങ്ങളും ഒക്കെ പങ്കുവയ്ക്കുകയാണ്. ഇത്തരമൊരു കവിത രചിക്കാൻ കാരണമായത് മലയാളത്തിലെ പ്രശസ്ത സാഹിത്യകാരനായ ആറ്റൂർ രവിവർമ്മയുടെ ഒരു ചോദ്യമാണ്. അദ്ദേഹം ഒരു സാഹചര്യത്തിൽ ചോദിക്കുന്നുണ്ട്, സാഹിത്യകൃതികൾക്കകത്ത് വെള്ളത്തെക്കുറിച്ച് സംസാരിക്കേണ്ടുന്ന അവസരത്തിൽ, അതായത് വെള്ളത്തെക്കുറിച്ച് പറയുന്ന സമയത്ത് വെള്ളം എന്ന് തന്നെ ഉപയോഗിച്ചുകൂടെ? എന്തുകൊണ്ടാണ് ആളുകൾ വെള്ളത്തിന് പകരം സംസ്കൃത പദമായ ജലം എന്ന പദം ഉപയോഗിക്കുന്നത് എന്ന് അദ്ദേഹം ചോദിക്കുന്നുണ്ട്. അദ്ദേഹം ആ ചോദ്യം ചോദിച്ചതിന് പിന്നിലുള്ള ഉദ്ദേശം എന്ത് എന്ന് വെച്ചാൽ, വെള്ളം എന്ന് പറയുന്നതാണല്ലോ മലയാള വാക്ക്, മലയാള തനിമയുള്ള വാക്ക്. അങ്ങനെയുള്ളപ്പോൾ അത്തരം സൗന്ദര്യമുള്ള പദങ്ങൾ മാത്രം നമുക്ക് സാഹിത്യകൃതികളിൽ ഉപയോഗിച്ചുകൂടെ? എന്തിനാണ് കൃത്രിമമായ സംസ്കൃത പദങ്ങൾ മലയാള സാഹിത്യത്തിൽ ഉപയോഗിക്കുന്നത് എന്നുള്ള അദ്ദേഹത്തിന്റെ ഒരു ചോദ്യമാണ് അവിടെ നമുക്ക് കാണാൻ കഴിയുന്നത്. അദ്ദേഹം പറഞ്ഞതിന് ഇത്രയേ അർത്ഥമുള്ളൂ. മലയാള ഭാഷയിൽ എഴുതുന്ന ഒരു സാഹിത്യകൃതി, അത് കഥയോ കവിതയോ നോവലോ എന്ത് തന്നെ ആയിക്കൊള്ളട്ടെ, അതിനകത്ത് മലയാള പദങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ലളിതമായ ഭാഷയിൽ എഴുതിക്കൂടെ എന്നുള്ള ചോദ്യമാണ് അദ്ദേഹം മുന്നോട്ട് വെച്ചത്. എന്തിനാണ് അതിനകത്ത് സംസ്കൃത പദങ്ങൾ കൂട്ടിക്കലർത്തി അതിനെ കടുപ്പമുള്ളതാക്കി തീർക്കുന്നത്? മലയാള തനിമ തന്നെ സാഹിത്യത്തിലും കടന്നു വന്നുകൂടെ എന്നുള്ള ഒരു ചോദ്യമാണ് ആറ്റൂർ രവിവർമ്മ പങ്കുവച്ചത്. ആ ചോദ്യത്തിൽ നിന്നാണ് അനിത തമ്പിയുടെ ഈ സംശയങ്ങൾ, ഈ കവിതയ്ക്കകത്ത് പറഞ്ഞിരിക്കുന്ന ചില സംശയങ്ങൾ ഉരുത്തിരിഞ്ഞു വന്നിട്ടുള്ളത്. കവിത വായിക്കുമ്പോൾ നമുക്ക് അനിത തമ്പിയുടെ സംശയങ്ങൾ എന്തൊക്കെയാണ് എന്നും എന്തുകൊണ്ട് അത്തരം സംശയങ്ങൾ ഉരുത്തിരിയുന്നു എന്നും മനസ്സിലാക്കാൻ കഴിയും. ശ്രദ്ധിക്കുക. കവിത വായിക്കുകയാണ്. അതിനുശേഷം വിശകലനത്തിലേക്ക് കടക്കാം. ആലപ്പുഴ വെള്ളം. ആലപ്പുഴ നാട്ടുകാരി, കരിമണ്ണു നിറക്കാരി, കവിതയിൽ എഴുതുമ്പോൾ ജലമെന്നാണ് എഴുതുന്നു? കവി ആറ്റൂർ ചോദിച്ചു. വെള്ളമല്ലേ നല്ലത്? ആലപ്പുഴ നാട്ടുകാരി, മെടഞ്ഞൂല മുടിക്കാരി, തൊണ്ടുചീഞ്ഞ മണമുള്ള ഉപ്പുചേർന്ന രുചിയുള്ള കടും ചായ നിറമുള്ള കലശ വെള്ളത്തിന്റെ മകൾ. ജലമെന്നാൽ അവൾക്കത് വയനാട്ടിൽ, നിളനാട്ടിൽ, മലനാട്ടിൽ, തെക്കൻ നാട്ടിൽ വാഴുന്ന തെളിനീര്. വാനിൽ നിന്നും അടർന്നത്, നിലം തൊടും മുൻപുള്ളത്, മണമില്ലാത്തത്, മണ്ണിനാഴങ്ങൾ തരുന്നത്, നിറമില്ലാത്തത്, ദൂരം ഉയരങ്ങൾ കാൺമത്, സമതലങ്ങളിൽ വാടിക്കിടന്നു പോകാത്തത്, ചാകരയ്ക്ക് തുറപോലെ തുള്ളുന്ന മഴക്കാലം, ചൊരിമണൽ പഴുത്തു തീ തുപ്പുന്ന മരുക്കാലം, കവിഞ്ഞിട്ടും കുറുകിയും കഴിച്ചിലാകുന്ന വെള്ളം, പിഞ്ഞാണം, ചരുവങ്ങൾ, കോരിവെക്കും കുടങ്ങൾ, തേച്ചാലും ഉരച്ചാലും പോകാത്ത ചെതുമ്പലായി പറ്റിച്ചേർന്നിരിക്കുന്നു വെള്ളത്തിന്റെ വേദന. കനാലുകൾ, ബോട്ട് ജെട്ടി, കല്ലിരുമ്പു പാലങ്ങൾ, കുളം, കായൽ, വിരിപ്പായൽ, കുളവാഴപ്പൂച്ചിരി, ചകിരിപ്പൊന്നൊളിയുള്ള ഇരുമ്പിന്റെ ചുവയുള്ള വിയർപ്പിന്റെ വെക്കയുള്ള ആലപ്പുഴ വെള്ളം. ഇളകിയും മങ്ങിയും അതിദൂരത്തകലുന്നു, പറവകൾ കാണുന്ന പടങ്ങളായി മാറുന്നു. പതിറ്റാണ്ടുകൾ കഴിഞ്ഞു, തെക്കൻ നീരിൽ ഊരുറച്ചു. എന്നിട്ടും എഴുതുമ്പോൾ, ഓർമ്മയിൽ പരതുമ്പോൾ, ആലപ്പുഴ നിറക്കാരി, ആലപ്പുഴ മുടിക്കാരി, ജലമെന്നോ വെള്ളമെന്നോ തിരിയാതെ തിരിയുന്നു, തൊണ്ട ദാഹിക്കുന്നു. ആലപ്പുഴ വെള്ളം, അനിത തമ്പി. നമുക്കിതിന്റെ വിശകലനം നോക്കാം. ഈ കവയത്രി ആലപ്പുഴ ദേശത്താണ് ജനിച്ച് വളർന്നത്. എന്നാൽ അവർ ജീവിക്കുന്നത് തെക്കൻ നാടുകളിലാണ്. ഇപ്പോൾ തിരുവനന്തപുരം, കൊല്ലം പോലെയുള്ള ദേശങ്ങളിലൊക്കെയാണ് അവരുടെ പ്രവൃത്തി മണ്ഡലവും അതുപോലെ തന്നെ അവരുടെ ജീവിതവുമൊക്കെ നടന്നു പോകുന്നത്. അപ്പോൾ ആലപ്പുഴയിൽ ജീവിച്ചിരുന്ന കാലത്ത് ഉള്ള ഓർമ്മകളിലൂടെയാണ് ഈ കവിത മുന്നോട്ട് പോകുന്നത്. ആലപ്പുഴയിൽ ജനിച്ച നാള് മുതൽ തെക്കൻ നാടുകളിലേക്ക് താമസം മാറ്റുന്നത് വരെയുള്ള സമയത്ത് അവർ വെള്ളത്തെ എങ്ങനെയാണ് അനുഭവിച്ചറിഞ്ഞിരുന്നത് എന്ന് ഈ കവിതയിലൂടെ പങ്കുവയ്ക്കുകയാണ്.
എന്നിട്ട് എന്തുകൊണ്ട് അവർ വെള്ളമെന്നോ ജലമെന്നോ വെള്ളത്തെ വേർതിരിച്ച് പറയുന്നു എന്നുള്ള കാര്യം കൂടി പറയുന്നുണ്ട്. ശ്രദ്ധിക്കണേ. ആലപ്പുഴ നാട്ടുകാരി കരിമണ്ണു നിറക്കാരി കവിതയിൽ എഴുതുമ്പോൾ ജലമെന്നാണ് എഴുതുന്നു. കവി ആറ്റൂർ ചോദിച്ചു, വെള്ളമല്ലേ എന്നല്ലത്? അപ്പോൾ അനിതാ തമ്പി ആലപ്പുഴ നാട്ടുകാരിയാണ്, കരിമണ്ണു നിറക്കാരിയാണ്, അതായത് ഒരു പച്ചയായ മലയാളിയാണ്, ഒരു തനി ആലപ്പുഴക്കാരിയാണ്, കരിമണ്ണിന്റെ നിറമുള്ള, അതായത് മണ്ണിന്റെ നിറമുള്ളവളാണ്. അങ്ങനെയുള്ള ഒരു തനി മലയാളിയായിട്ടുള്ള ആലപ്പുഴക്കാരിയായിട്ടുള്ള ഒരു പെൺകുട്ടി കവിത എഴുതുമ്പോൾ വെള്ളം എന്നല്ലേ എഴുതേണ്ടുന്നത്? അല്ലേ? അവരുടെ ജീവിതം എന്ന് പറയുന്നത് ആ മണ്ണിൽ വേരുറച്ചതും മലയാള തനിമയോട് ചേർന്നതുമാണ്. അങ്ങനെയുള്ളപ്പോൾ എന്തിനാണ് കവിതയിൽ ജലം എന്നുള്ള സംസ്കൃത പദം ഉപയോഗിക്കുന്നത്? വെള്ളം എന്നുള്ള സാധാരണ പദം, മലയാള പദം ഉപയോഗിച്ചുകൂടെ എന്നാണ് ചോദിക്കുന്നത്. ആര് ചോദിച്ചു? ആറ്റൂർ രവിവർമ്മ. അടുത്ത് നോക്കൂ. ആലപ്പുഴ നാട്ടുകാരി മെടഞ്ഞോല മുടിക്കാരി തൊണ്ടുചീഞ്ഞ മണമുള്ള ഉപ്പുചേർന്ന രുചിയുള്ള കടും ചായ നിറമുള്ള കലശ് വെള്ളത്തിന്റെ മകൾ. ആലപ്പുഴ നാട്ടുകാരിയാണ്, മെടഞ്ഞോല. അവിടെ ഓലകളൊക്കെ മെടയുന്ന നിങ്ങൾ കണ്ടിട്ടുണ്ടോ? വീട് പണിക്കായിട്ട് ഓല മെടയാറുണ്ട്. ആ മെടഞ്ഞിടുന്ന ഓല പോലെ മുടിയുള്ളവൾ. തൊണ്ടു ചീഞ്ഞ മണമുള്ള ഉപ്പു ചേർന്ന രുചിയുള്ള. എന്താണ് തൊണ്ടു ചീഞ്ഞ മണമുള്ള എന്ന് പറഞ്ഞിരിക്കാൻ കാരണം എന്ന് വെച്ചാൽ ആലപ്പുഴയിലെ വളരെ പ്രശസ്തമായിട്ടുള്ള ഒരു വ്യാവസായിക മേഖലയാണ് കയറിൻ്റേത്. കയറുണ്ടാക്കുന്നത് തൊണ്ട വെള്ളത്തിലിട്ട് ചീയിച്ചെടുത്ത് അതിനെ തല്ലി അതിൽ നിന്ന് ചകിരിനാര് പിരിച്ചെടുത്താണ് കയറുണ്ടാക്കുക. കയറും കയർ ഉൽപ്പന്നങ്ങളും ഒക്കെ ഉണ്ടാക്കുക. ഈ തൊണ്ട് ചീയുന്നതിന് വേണ്ടി അതിനെ ദിവസങ്ങളോളം വെള്ളത്തിലിട്ടിരിക്കും. അങ്ങനെ ആ തൊണ്ട് ചീയുന്നതിൻ്റെ രുചിയും അതിൻ്റെ ഗന്ധവും ആ വെള്ളത്തിൽ കലരും. അങ്ങനെയുള്ള തൊണ്ട് ചീഞ്ഞ മണമാണ് ആ വെള്ളത്തിനുള്ളത്. പിന്നെ ഉപ്പു ചേർന്ന രുചിയുള്ള. കായലും കടലും ഒരുമിച്ച് കിടക്കുന്ന പ്രദേശമായതിനാൽ കടലിൽ നിന്ന് ഉപ്പ് രസം അവരുടെ വെള്ളത്തിലേക്ക് കലരാറുണ്ട്. കടും ചായ നിറമുള്ള കലശ് വെള്ളത്തിന്റെ മകൾ. അങ്ങനെ എല്ലാം കൊണ്ടും കലങ്ങിക്കിടക്കുന്ന കലശ്. കലശ് എന്ന് പറഞ്ഞാൽ മലിനജലം എന്നുള്ള അർത്ഥമാണ്. അങ്ങനെ കലങ്ങി മറിഞ്ഞു കിടക്കുന്ന വെള്ളമുള്ള ദേശത്താണ് അവൾ ജനിച്ചതും ജീവിച്ചതും. ജലം എന്നാൽ അവൾക്കത് വയനാട്ടിൽ, നിളനാട്ടിൽ, മലനാട്ടിൽ, തെക്കൻ നാട്ടിൽ വാഴുന്ന തെളിനീര്. അവളെ സംബന്ധിച്ചിടത്തോളം അത് വെള്ളമാണ്, കലശ് വെള്ളമാണ്. ജലം എന്ന് അവൾ വിശേഷിപ്പിക്കുന്നത് തെളിനീരിനെയാണ്. എങ്ങനെയുള്ള തെളിനീരാണ്? വയനാട്ടിലൂടെ ഒഴുകുന്ന ആ പുഴകളിലുള്ള തെളിനീര്. നിളനാട്ടിൽ, അതായത് ഭാരതപ്പുഴയിലുള്ള തെളിനീര്. മലനാട്ടിൽ, തെക്കൻ നാട്ടിൽ മലയുടെ മുകളിൽ നിന്ന് ഒലിച്ചു വരുന്ന മാലിന്യം കലരാത്ത ശുദ്ധമായ വെള്ളം. പിന്നെ തെക്കൻ നാടുകളിൽ കാണുന്ന, ഇപ്പോൾ ശാസ്താംകോട്ട കായലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം. അതുപോലെ തെക്കൻ നാടുകളിൽ കാണുന്ന തെളിനീരുകൾ, ഇതിനെയൊക്കെയാണ് ശുദ്ധജലം അല്ലെങ്കിൽ ജലം എന്ന് ഈ കവയത്രി വിശേഷിപ്പിക്കുന്നത്. പിന്നെ വാനിൽ നിന്നും അടർന്നത്, നിലം തൊടും മുൻപുള്ളത്. മേഘത്തിൽ നിന്ന് താഴേക്ക് വന്നുകൊണ്ടിരിക്കുന്ന വെള്ളത്തിൽ ഒരു മാലിന്യവും കലർന്നിട്ടില്ല. അത് മണ്ണിൽ എത്തിക്കഴിഞ്ഞാലേ അതിലേക്ക് മാലിന്യം കലരുന്നുള്ളൂ. അങ്ങനെ വാനിൽ നിന്നും പൊഴിഞ്ഞു വരുന്ന മഴയെയാണ്, ശുദ്ധമായ വെള്ളത്തെയാണ് ജലമെന്ന് വിശേഷിപ്പിക്കാൻ കഴിയുന്നത്. മണമില്ലാത്തത്, മണ്ണിന് ആഴങ്ങൾ തരുന്നത്. എന്താണ്? മറ്റെന്തെങ്കിലുമായി കലർന്ന് മണം വരാത്തത്. ഇപ്പോൾ ആലപ്പുഴ ദേശത്തുള്ള വെള്ളം എങ്ങനെയാണെന്ന് പറഞ്ഞു? തൊണ്ടു ചീഞ്ഞ ഗന്ധവും മറ്റുമുള്ള ഒരു വെള്ളമാണ്, കലശ് വെള്ളമാണ്. എന്നാൽ അങ്ങനെ ഒന്നും കലരാത്ത, മണമില്ലാത്ത വെള്ളത്തെയാണ് കവയത്രി ശുദ്ധജലം അല്ലെങ്കിൽ ജലമെന്ന് വിളിക്കുന്നത്. പിന്നെ മണ്ണിന് ആഴങ്ങൾ തരുന്നത്, ഭൂമി കുഴിച്ച് അതിനകത്ത് നിന്ന് ഉറവയിൽ നിന്ന് വരുന്ന വെള്ളവും എങ്ങനെയുള്ളതാണ്? ശുദ്ധജലമാണ്. അതിനെയും കവയത്രി ജലമെന്നാണ് വിളിക്കുക. നിറമില്ലാത്തത് എന്ന് പറഞ്ഞാൽ മഴ പെയ്ത് വരുന്ന വെള്ളത്തിന് പ്രത്യേകിച്ച് നിറമൊന്നും ഉണ്ടാകില്ല, തെളിഞ്ഞ വെള്ളമായിരിക്കും അല്ലേ? അപ്പോൾ അതും ജലമാണ്. പിന്നെ ദൂരം ഉയരങ്ങൾ കാൺമത്, സമതലങ്ങളിൽ വാടിക്കിടന്നു പോകാത്തത്. ദൂരം ഉയരങ്ങൾ കാൺമത് എന്ന് പറഞ്ഞാൽ ഒഴുക്കുള്ള വെള്ളം, ദൂരത്ത് നിന്ന് ഒഴുകി ഒഴുകി വരുന്ന വെള്ളം. അതുപോലെ മലമുകളിൽ നിന്ന് താഴേക്ക് ഒഴുകി വരുന്ന ഒഴുക്കുള്ള വെള്ളം. പിന്നെ എവിടെയെങ്കിലും കെട്ടിക്കിടന്ന് ഉറഞ്ഞു പോകാത്ത, കൊഴുത്തു പോകാത്ത വെള്ളത്തെയാണ് ജലം എന്ന് ഇവിടെ കവയത്രി വിളിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ആ വ്യത്യാസം മനസ്സിലായല്ലോ. ആലപ്പുഴ ദേശത്തുള്ള തൊണ്ട് ചീഞ്ഞതും കലങ്ങിയതും ഉപ്പ് കലർന്നതുമായ വെള്ളത്തെ വെള്ളമെന്നും, എന്നാൽ ഒരു മാലിന്യങ്ങളും കലരാത്ത
ഒഴുക്കുള്ള മഴവെള്ളത്തിൽ നിന്ന് വരുന്ന, പിന്നെ ഭാരതപ്പുഴയിലുള്ള മലനാടുകളിലുള്ള വെള്ളത്തെ ജലമെന്നുമാണ്. അതായത് ശുദ്ധജലത്തെ ജലമെന്നും കലങ്ങിയ വെള്ളത്തെ വെള്ളമെന്നും വേർതിരിച്ചാണ് ഇവിടെ കവയത്രി വിളിക്കുന്നത്. ചാകരയ്ക്കു തുറ പോലെ തുള്ളുന്ന മഴക്കാലം, ചൊരിമണൽ പഴുത്തു തീ തുപ്പുന്ന മരുക്കാലം, കവിഞ്ഞിട്ടും കുറുകിയും കഴിച്ചിലാകുന്ന വെള്ളം. എങ്ങനെയൊക്കെയുള്ള വെള്ളമാണ്? മഴ പെയ്യുന്ന സമയത്ത് പ്രളയം കൊണ്ടുവരുന്ന വെള്ളം. ഇനി മഴയില്ലാതെ ചൂടുള്ള സമയമാണെങ്കിലോ ചൊരിമണൽ പഴുത്ത് തീ തുപ്പുന്ന മരുക്കാലം. മണല് പോലും പഴുത്ത് തീ പോലെ പൊള്ളുന്ന കാലത്ത് കവിഞ്ഞും കുറുകിയും കിടക്കുന്ന വെള്ളം. നമുക്കറിയാം, നിങ്ങളൊക്കെ ജലാശയങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ, വീടിനടുത്തുള്ള കുളങ്ങളോ മറ്റോ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാൻ സാധിക്കും, വേനൽക്കാലത്ത് വെള്ളം അവിടെ കെട്ടിക്കിടന്ന് കുറുകി ഒരു കലങ്ങിയ വെള്ളത്തിന്റെ നിറത്തിലാണ് കിടക്കുക. അപ്പോൾ ആലപ്പുഴയിലെ വെള്ളത്തിന്റെ അവസ്ഥയും ഇതുതന്നെയാണ്. മഴയാണെങ്കിൽ പ്രളയം കൊണ്ട് വെള്ളം കരയ്ക്ക് കയറും, വേനലാണെങ്കിൽ അവിടെയായി കെട്ടി കുറുകി കിടക്കുന്ന വെള്ളം. പിഞ്ഞാണം, ചരുവങ്ങൾ, കോരിവെക്കും കുടങ്ങൾ, തേച്ചാലും ഉരച്ചാലും പോകാത്ത ചെതുമ്പലായി പറ്റിച്ചേർന്നിരിക്കുന്നു വെള്ളത്തിന്റെ വേദന. നമ്മൾ നേരത്തെ പറഞ്ഞു, ഈ വെള്ളത്തിൽ ഉപ്പ് കലർന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവിടെയുള്ള വെള്ളം ഏത് പാത്രത്തിൽ കോരി വെച്ചാലും ഉപ്പിന്റെ അംശം അതിൽ പറ്റിപ്പിടിച്ച് ഒരു പാടുണ്ടാക്കി തീർക്കും. അങ്ങനെയുള്ള പാത്രങ്ങളിലേക്ക് വല്ലപ്പോഴും കിട്ടുന്ന ശുദ്ധജലം എടുത്തു വെക്കും. ആ വെള്ളത്തിന്റെ വേദന കൂടി, അതായത് വല്ലപ്പോഴും തങ്ങി നിൽക്കാൻ അവസരം കിട്ടുന്ന ശുദ്ധജലത്തിന്റെ വേദനയാണ് ആ പാത്രത്തിലെ പാടുകളായി കാണുന്നത് എന്നാണ് കവയത്രി സങ്കല്പിക്കുന്നത്. ഇത്രയേ ഉള്ളൂ. അവിടെ ശുദ്ധജലം കിട്ടാൻ വളരെ പ്രയാസമാണ്. അവിടെ കിട്ടുന്നത് കൂടുതലും ഉപ്പ് കലർന്ന വെള്ളമാണ്. ആ വെള്ളം എടുത്തു വെച്ചാലാകട്ടെ പാത്രങ്ങളിൽ അതിൻ്റെ പാട് വീഴുകയും ചെയ്യും. വല്ലപ്പോഴും കിട്ടുന്ന ശുദ്ധജലം എടുത്തു വെക്കുമ്പോൾ ആ പാത്രങ്ങളിൽ കാണുന്ന പാടുകൾ അത് ശുദ്ധജലം കിട്ടാത്ത പാത്രത്തിൻ്റെയും അതിൽ തങ്ങി നിൽക്കാൻ അവസരം കിട്ടാത്ത വെള്ളത്തിൻ്റെയും വേദനയായിട്ടാണ് കവയത്രി സങ്കല്പിക്കുന്നത്. മനസ്സിലാവുന്നുണ്ടല്ലോ? ഇനി നോക്കൂ, കനാലുകൾ, ബോട്ട് ജെട്ടി, കല്ലിരുമ്പ് പാലങ്ങൾ, കുളം, കായൽ, വിരിപ്പായൽ, കുളവാഴ പൂച്ചിരി, ചകിരിപ്പൊന്നൊളിയുള്ള ഇരുമ്പിന്റെ ചുവയുള്ള വിയർപ്പിന്റെ വെക്കയുള്ള ആലപ്പുഴ വെള്ളം. ആലപ്പുഴ വെള്ളം എവിടെയൊക്കെയാണുള്ളത്? കനാലുകളിലുണ്ട്, ബോട്ട് ജെട്ടിയിൽ, കല്ലിരുമ്പ് പാലത്തിന്റെ താഴെ, പിന്നെ കുളങ്ങളിൽ, കായലുകളിൽ, പായലുകൾക്കിടയിൽ, കുളവാഴ നിറഞ്ഞു നിൽക്കുന്ന ജലാശയങ്ങളിലൊക്കെ വെള്ളമുണ്ട്. ആലപ്പുഴയിലെ വെള്ളമുണ്ട്. ചകിരിപ്പൊന്നൊളിയുള്ള ഇരുമ്പിന്റെ ചുവയുള്ള. ചകിരിപ്പൊന്നൊളി എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു. തൊണ്ട് ചീയാനിട്ടിരിക്കുകയാണ് വെള്ളത്തിൽ. കയറ് പിരിക്കുന്നതിന് ആവശ്യമായ തൊണ്ട് വെള്ളത്തിൽ ചീയാനിട്ടിരിക്കുകയാണ്. അത് ചീഞ്ഞ് വരുമ്പോഴുണ്ടാകുന്ന നിറം, അതാണ് ചകിരി പൊന്നൊളിയുള്ള ഇരുമ്പിന്റെ ചുവയുള്ള. നേരത്തെ പറഞ്ഞല്ലോ, ഇതെല്ലാം ഇത്തരത്തിലുള്ള വസ്തുക്കളെല്ലാം അതിൽ കിടന്ന് ചീയുന്നത് കൊണ്ടുണ്ടാകുന്ന തുരുമ്പിൻ്റേത് പോലുള്ള ഒരു ചുവ, അത് ചേർന്നിട്ടുള്ള വിയർപ്പിന്റെ വെക്കയുള്ള, എന്താണ്, മനുഷ്യരുടെ വിയർപ്പ് കലർന്നിട്ടുള്ള വെള്ളം. അങ്ങനെയുള്ള ഒരു കൊഴുത്ത ജലമാണ് ആലപ്പുഴയ്ക്ക് ചുറ്റും ഒഴുകി നടക്കുന്നത്. ഇളകിയും മങ്ങിയും അതിദൂരത്തകലുന്നു, പറവകൾ കാണുന്ന പടങ്ങളായി മാറുന്നു. അങ്ങനെയുള്ള വെള്ളത്തെക്കുറിച്ചുള്ള മങ്ങിയ ചില ഓർമ്മകളാണ് ഇന്ന് കവയത്രിയുടെ മനസ്സിൽ കാണുന്നത്. പറവകൾ കാണുന്ന പടങ്ങളായി മാറുന്നു, അതായത് വിദൂരമായ ദൃശ്യങ്ങൾ പോലെ. ഒരു പറവ ഒരു ദൂരത്ത് നിന്ന് നോക്കുമ്പോൾ കാണുന്ന ദൃശ്യങ്ങളെ പോലെ കവയത്രിയുടെ മനസ്സ് ആലപ്പുഴയെക്കുറിച്ച് ഓർക്കുമ്പോൾ ഈ ദൃശ്യങ്ങൾ വളരെ വിദൂരത്തിലുള്ളതായി തോന്നുന്നു. കാരണം എന്താണ്? അവിടെ നിന്നും കവയത്രി പോന്നിട്ട് ഒരുപാട് നാളുകൾ കഴിഞ്ഞിരിക്കുന്നു. ഇന്ന് തെക്കൻ ദേശത്താണ് കവയത്രി ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. നിലവിൽ തിരുവനന്തപുരം ദേശത്താണ് ഈ കവയത്രി ജീവിക്കുന്നത്. അത് തെക്കൻ ദേശമാണ്. അപ്പോൾ തെക്കൻ ദേശത്ത് വളരെ കാലങ്ങളായിട്ട് ജീവിക്കുകയും ജോലി ചെയ്യുകയും ഒക്കെ ചെയ്യുന്നത് കൊണ്ട് ആലപ്പുഴ എന്ന് പറയുന്നത് ഒരു കഴിഞ്ഞുപോയ ഓർമ്മയാണ്, ഒരു വിദൂര ദൃശ്യമാണ്. അതുകൊണ്ട് തന്നെ അതിനെ എങ്ങനെയാണ്, പണ്ടെങ്ങോ കഴിഞ്ഞുപോയ ഒരു കാര്യം പോലെ, അതിദൂരത്തിലുള്ള ഒരു ദൃശ്യം പോലെയാണ് കവയത്രിക്ക് അനുഭവപ്പെടുന്നത്. പതിറ്റാണ്ടുകൾ കഴിഞ്ഞു, തെക്കൻ നീരിൽ ഊരുറച്ചു, എന്നിട്ടും എഴുതുമ്പോൾ, ഓർമ്മയിൽ പരതുമ്പോൾ, ആലപ്പുഴ നിറക്കാരി, ആലപ്പുഴ മുടിക്കാരി, ജലമെന്നോ വെള്ളമെന്നോ തിരിയാതെ തിരിയുന്നു, തൊണ്ട ദാഹിക്കുന്നു. പതിറ്റാണ്ടുകൾ കഴിഞ്ഞു എന്ന് വെച്ചാൽ പതിറ്റാണ്ടെന്ന് പറഞ്ഞാൽ 10 വർഷം. പതിറ്റാണ്ടുകൾ എന്ന് പറഞ്ഞാൽ നിരവധി, 10-20 വർഷങ്ങളിൽ കൂടുതലായിട്ട്, 10-30 20 നിങ്ങൾക്ക് എടുക്കാം. പതിറ്റാണ്ട് എന്ന് പറഞ്ഞാൽ 10 ആണ്. 10-30 വർഷമായിട്ട് കവയത്രി താമസിക്കുന്നതും പ്രവർത്തിക്കുന്നതും ഒക്കെ തിരുവനന്തപുരത്താണ്. അങ്ങനെയുള്ളത് കൊണ്ട് തന്നെ
ഇപ്പോൾ ഏത് ദേശത്താണ് ഊരുറച്ചിരിക്കുന്നത്, ഏത് ദേശമാണ് ഊര് എന്നുറച്ചിരിക്കുന്നത്? അത് തെക്കൻ ദേശമാണ്, തിരുവനന്തപുരമാണ്. കാരണം പ്രവൃത്തി മണ്ഡലം ഇവിടെയാണ്, ജീവിക്കുന്നത് തിരുവനന്തപുരത്താണ്. അതുകൊണ്ട് തന്നെ അതാണ് ഇപ്പോൾ തൻ്റെ ദേശമെന്ന് ഏകദേശം ഉറച്ചു കഴിഞ്ഞിരിക്കുന്നു. എന്നിട്ടും എഴുതുമ്പോൾ, ഓർമ്മയിൽ പരതുമ്പോൾ, എന്നിട്ടും പഴയ കാര്യങ്ങളെക്കുറിച്ച് ഓർക്കുമ്പോൾ, ഒരു കവിത എഴുതുമ്പോൾ സ്മരണയിലേക്ക് വരുന്നത് പഴയ ആലപ്പുഴ നിറക്കാരി, ആലപ്പുഴ മുടിക്കാരി എന്നൊക്കെയുള്ള അവരുടെ സ്വത്വബോധമാണ്. അതായത് അവരുടെ ഐഡന്റിറ്റി, കവയത്രിയുടെ ഐഡന്റിറ്റി എവിടെ ഉറച്ചിരിക്കുന്നു? ആലപ്പുഴയിലാണ്. താൻ ജീവിച്ചു തുടങ്ങിയ ജീവിതം പക്വതയിലെത്തിയ കാലം വരെയും കഴിഞ്ഞിരുന്ന സ്ഥലം ഏതാണ്? ആലപ്പുഴയാണ്. അപ്പോൾ പഴയ കാര്യങ്ങൾ ഓർക്കുമ്പോഴേക്കും ഒറ്റ നിമിഷം കൊണ്ട് അവർ ആ പഴയ ആലപ്പുഴ നിറക്കാരിയും ആലപ്പുഴ മുടിക്കാരിയും ഒക്കെയായി മാറുന്നു. അതുകൊണ്ട് തന്നെ ഒരു കവിത എഴുതുമ്പോൾ അതിനകത്ത് ജലം എന്നെഴുതണമോ അതോ വെള്ളം എന്നെഴുതണമോ എന്ന് തിരിയാതെ തിരിയുന്നു. എന്ന് വെച്ചാൽ ആശയക്കുഴപ്പത്തിലാകുന്നു എന്നാണ് അർത്ഥം. ആലപ്പുഴക്കാരിയാണെങ്കിൽ വെള്ളം എന്ന് തന്നെ എഴുതണം. കാരണം വെള്ളവും ജലവും അവർക്ക് വെവ്വേറെയാണ്. അല്ല, ഒരു തെക്കൻ ദേശക്കാരിയാണെങ്കിൽ അവർക്ക് ജലമെന്ന് എഴുതാം. കാരണം അവർക്ക് അവിടെ കിട്ടുന്ന ജലം ശുദ്ധജലമാണ് എന്നവർ കരുതുന്നു. അവരുടെ വിശ്വാസമനുസരിച്ച് തെക്കൻ ദേശങ്ങളിൽ കാണുന്ന ജലാശയങ്ങളിലെ വെള്ളമെല്ലാം ശുദ്ധമായിട്ടുള്ളതും അവർ ജീവിച്ചു പോന്ന ആലപ്പുഴയ്ക്ക് ചുറ്റുമുള്ള വെള്ളം ഇപ്പറഞ്ഞ വസ്തുക്കളാലെല്ലാം ചീഞ്ഞതും ഉപ്പ് കലർന്നതും മാലിന്യം കലർന്നതും കുറുകിയതും കൊഴുത്തതുമായിട്ടുള്ള വെള്ളമാണ്. അപ്പോൾ വെള്ളം എന്ന് പറയുന്നത് താൻ ജീവിച്ചു വന്നിരുന്ന പ്രദേശത്ത് കിട്ടിയിരുന്ന ശുദ്ധമല്ലാത്ത കൊഴുത്ത കലശ് വെള്ളമാണ്. ജലമെന്നാൽ ശുദ്ധജലവും. അതുകൊണ്ട് തന്നെ ഇതിലേത് വാക്കുപയോഗിച്ച് വെള്ളത്തെ വിശേഷിപ്പിക്കണമെന്ന ആശയക്കുഴപ്പം കവയത്രിക്ക് ഉണ്ടാകുന്നു. തൊണ്ട ദാഹിക്കുന്നു എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ തൊണ്ടദാഹം എന്ന് പറയുന്നത് വെള്ളത്തെ എങ്ങനെ വിശേഷിപ്പിക്കണം എന്ന ആശയക്കുഴപ്പമാണ്. വെള്ളം എന്ന് പറയണമോ ജലം എന്ന് പറയണമോ എന്ന ആശയക്കുഴപ്പമാണ് ഇവിടെ കവയത്രിക്ക് അനുഭവപ്പെടുന്ന ദാഹം. കവിത മൊത്തത്തിൽ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് ഒരിക്കൽ കൂടി പറയുകയാണ്, ശ്രദ്ധിക്കുക. ആറ്റൂർ രവിവർമ്മ എന്ന് പറയുന്ന മലയാളത്തിലെ പ്രശസ്തനായ കവി ഒരിക്കലൊരു ചോദ്യം ഉന്നയിച്ചു. മലയാള ഭാഷയിലെ കവിതകൾക്കകത്ത്, സാഹിത്യകൃതികൾക്കകത്ത് മലയാള വാക്കുകൾ തന്നെ ഉപയോഗിച്ചുകൂടെ? ജലം എന്നെന്തിനുപയോഗിക്കണം? ജലം ഒരു സംസ്കൃത പദമല്ലേ? വെള്ളം എന്ന പദം തന്നെ ഉപയോഗിച്ചുകൂടെ എന്നുള്ള ചോദ്യം അദ്ദേഹം ഉന്നയിച്ചു. ഈ ചോദ്യം കവയത്രിയുടെ മനസ്സിലേക്ക് ആഴത്തിൽ പതിയുകയും ഒരു നാട്ടിൻപുറത്തുകാരിയായ ആലപ്പുഴ നാട്ടുകാരിയായ താൻ വെള്ളമെന്നാണോ ജലമെന്നാണോ എഴുതേണ്ടത് എന്ന ചോദ്യം ഉദയം ചെയ്യുകയും ചെയ്യുന്നു. അവരെ സംബന്ധിച്ചിടത്തോളം അവർ ജനിച്ച, ജീവിച്ച, വളർന്നു വന്ന പ്രദേശം ആലപ്പുഴയാണ്. അവിടുത്തെ വെള്ളം എന്ന് പറയുന്നത് ഉപ്പ് കലർന്നതും ഇരുമ്പിന്റെ ചുവയുള്ളതും തൊണ്ട് ചീഞ്ഞ ഗന്ധമുള്ളതും മനുഷ്യരുടെ വിയർപ്പിന്റെ അംശം കലർന്നതുമായിട്ടുള്ള വെള്ളമാണ്. അതിനെ അവർ വെള്ളമെന്നും മറ്റ് ദേശങ്ങളിൽ കിട്ടുന്ന, മലനാടുകളിലും തെക്കൻ നാടുകളിലും കിട്ടുന്ന മഴ പെയ്യുമ്പോൾ അപ്പോൾ മാത്രം ആകാശത്ത് നിന്ന് പുറപ്പെടുന്ന വെള്ളത്തെ ശുദ്ധജലമെന്നുമാണ് അവർ കരുതുന്നത്. അപ്പോൾ അങ്ങനെയുള്ള വെള്ളം ശുദ്ധജലവും അവരുടെ നാട്ടിൽ അവരുടെ ജീവിത പരിസരത്തുണ്ടായിരുന്ന വെള്ളത്തെ വെള്ളം എന്നുമാണ് അവർ കരുതുന്നത്. പിന്നീട് ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം അവരുടെ ജീവിതം തിരുവനന്തപുരം ദേശത്തേക്ക് പറിച്ചുനടപ്പെടുകയും അവിടെ തന്നെ അവർ ജീവിക്കുകയും ജോലി ചെയ്യുകയും ചെയ്തു വരുന്നു. അതുകൊണ്ട് തന്നെ ഇപ്പോഴവരുടെ ദേശം എന്ന് പറയുന്നത് തിരുവനന്തപുരമാണ്. അങ്ങനെയുള്ളപ്പോൾ അവർ ആലപ്പുഴ ദേശക്കാരിയല്ല. ജന്മം കൊണ്ട് ആലപ്പുഴ ദേശക്കാരിയും കർമ്മം കൊണ്ട് തിരുവനന്തപുരംകാരിയുമാണ്. എന്നിട്ടും ഓർമ്മയിൽ ഒരു നിമിഷം ആലപ്പുഴയെ ഓർക്കുമ്പോൾ തന്നെ അവർ ആലപ്പുഴ നാട്ടുകാരിയായി പരിണമിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അവരുടെ ഐഡന്റിറ്റിയിൽ ഉണ്ടാകുന്ന ഏറ്റവും വലിയ പ്രശ്നമായി ഈ വെള്ളവും ജലവും നിലനിൽക്കുന്നു. അതായത് വെള്ളം, ജലം എന്നിവയെക്കുറിച്ച് സംബോധന ചെയ്യേണ്ടി വരുമ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം രണ്ടും രണ്ട് വസ്തുവായതിനാൽ കവിതയ്ക്കുള്ളിൽ ഇതിലേത് പദം ഉപയോഗിക്കണമെന്നുള്ള ആശയക്കുഴപ്പം അവരുടെ ഉള്ളിലേക്ക് കടന്നു വരുന്നു. അഥവാ അവർ ഏത് ദേശക്കാരിയാണ് എന്നുള്ള ഒരു സംശയം. നമ്മൾ നേരത്തെ U.A. ഖാദറിന്റെ അമ്മയെ കാണാത്തവന്റെ കാർമേഘങ്ങൾ എന്ന കൃതിയിൽ കണ്ടതുപോലെയുള്ള ഒരു ആശയക്കുഴപ്പമാണ് ഇവിടെയും കടന്നു വരുന്നത്. അതിനകത്ത് എന്താണ്? U.A. ഖാദർ ജനിച്ച സ്ഥലത്തെയാണോ ജീവിക്കുന്ന സ്ഥലത്തെയാണോ സ്വന്തം ദേശം എന്ന് വിളിക്കേണ്ടത് എന്നുള്ള ഒരു ആശയക്കുഴപ്പത്തിലേക്ക് വരുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ അനിത തമ്പിയും താൻ ജനിച്ചു വളർന്ന ദേശത്തെയാണോ അതോ ജീവിക്കുന്ന ദേശത്തെയാണോ സ്വന്തം ദേശം എന്ന് കരുതി കാണേണ്ടതെന്നും വെള്ളമെന്നാണോ ജലമെന്നാണോ വിളിക്കേണ്ടുന്നത്? മുമ്പ് ജീവിച്ചിരുന്ന നാട്ടിലെ വെള്ളം എന്നത് മാലിന്യം കലർന്ന കലശു വെള്ളവും ഇന്ന് ജീവിക്കുന്ന നാട്ടിലേത് ശുദ്ധജലവുമാണ്. ഇതിലേത് ദേശക്കാരിയാണ് താനെന്ന് തീരുമാനിച്ചാലേ വെള്ളം എന്ന് പ്രയോഗിക്കണമോ
ജലം എന്ന് പ്രയോഗിക്കണമോ എന്ന് അവർക്ക് തീരുമാനത്തിലെത്താൻ സാധിക്കുകയുള്ളൂ. ഇതാണ് ഈ കവിതയിലൂടെ കവയത്രി ഉദ്ദേശിച്ചത്. തുടർന്ന് പാഠഭാഗത്തിന്റെ ഉത്തരമാതൃകകളാണ് വരുന്നത്. അവ കൃത്യമായി എഴുതിയെടുത്ത് പഠിക്കാൻ ശ്രദ്ധിക്കുക. അവയെ മുൻനിർത്തി നിങ്ങളുടെ ഉത്തരങ്ങൾ രൂപീകരിക്കാനും ശ്രദ്ധിക്കണം. നിങ്ങളുടെ അഭിപ്രായങ്ങളും സംശയങ്ങളും കമന്റുകളായി രേഖപ്പെടുത്തുക. നന്ദി.